പലർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ചെയ്യാതെ പോയ കാര്യങ്ങളൊക്കെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തും, എഡിറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്കാക്കും, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആക്കും എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പെയ്ഡ് സെൻസി ആപ്പ് അത് കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ഡിലേ ആക്കുന്നില്ല, നേരെ ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സെൻസി പ്രോ എന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ രീതിക്ക് ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രീമിയം ബേസിക് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് താഴെ തന്നെ 3 days ട്രയൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ചെയ്യാൻ പറ്റും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാസം നമ്മൾ എത്ര 489 3 മാസത്തേക്ക് എത്ര വെച്ച് കെട്ടേണ്ടി വരും. അപ്പോൾ നേരെ നമ്മൾ ഫ്രീ ട്രയൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഫ്രീ ട്രയലിന് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ അറിയാമല്ലോ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്ത് പേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ 2 രൂപയോ 3 രൂപയോ അങ്ങോട്ട് പേ ആയി പോവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോ പേ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ പേനകത്ത് കയറിയപ്പോൾ ബ്ലാക്ക് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ പേനകത്ത് പേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേ ചെയ്യുക. അതിന് ശേഷം ഓട്ടോ പേ ഓൺ ആക്കിയതിന് ശേഷം അപ്പം തന്നെ ക്യാൻസൽ ചെയ്യുക. അത് കൊടുത്തു കഴിഞ്ഞു അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു, ഒരു പ്രശ്നവും വരത്തില്ല. അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. 3 ദിവസം വരെ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളുടെ റെഡീം കോഡിനകത്ത് ക്യാഷ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഗൂഗിൾ പേനകത്ത് റെഡീം കോഡായിട്ട് ക്യാഷ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വെച്ച് പേ ചെയ്യല്ലേന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ആരെങ്കിലും ചെറിയ പിള്ളേരത്ത് പറഞ്ഞാൽ 18 ബിലോ ഏജ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കണ്ടവൻ്റെ പൈസ കണ്ടവൻ്റെ അല്ല, യുവർ ഫാമിലീസ് മണീസ് ഒന്നും എടുത്ത് ഇതിനകത്ത് കൊണ്ടുപോയിട്ടിട്ട് ഓട്ടോ പേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ അറിയാതെ കാശൊന്നും കൊണ്ടുപോയി കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏത് ആപ്പെന്ന് വെച്ചാൽ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണും റാം കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ തന്നെ തപ്പിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്തോ വാട്സപ്പിനകത്തോ തന്നെ അയച്ചുതരാം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ നല്ല രീതിക്ക് വർക്കിംഗ് ആവുന്ന ആപ്പാണ്. പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഞാൻ എൻ്റെ PC തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ PC മേടിച്ച കാര്യം പറയുമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നമ്മുടെ PC. എന്തായാലും ഫസ്റ്റ് ആപ്പ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പിൻ്റെ ഇത് എടുക്കുക, ഡിവൈസിൻ്റെ പേര് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് അവിടെ കാണാൻ സാധിക്കും ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ മൊബൈൽ നോക്കുക, ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ എൻ്റെ മൊബൈൽ അറിയാലോ പോക്കോയാണ്, അപ്പോൾ പോക്കോ വെച്ചെടുക്കുന്നു. പിന്നെ റാം എത്രയെന്ന് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ 6 GB റാമാണ്. അപ്പോൾ നിങ്ങളുടെ റാം എത്രയെന്ന് അതുപോലെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഡിവൈസ് ഏതാണെന്ന് നോക്കിയിട്ട് 6 GB എങ്കിൽ 6 വേണം. എന്നിട്ട് എൻ്റെ 128 സ്റ്റോറേജ് കാര്യങ്ങൾ. എന്നിട്ട് DP എത്ര വേണമെന്ന്. DP ഫുള്ളാണെങ്കിൽ ഫുള്ള്, കുറവാണെങ്കിൽ കുറവ്, ആ രീതിക്ക് ജസ്റ്റ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് കൊടുത്തേക്കുക. അപ്പോൾ ജനറേഷൻ കുറച്ച് ടൈമൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അടിപൊളി സെൻസി നിങ്ങളുടെ മുന്നിലോട്ട് കാഴ്ച വയ്ക്കും. എന്നിട്ട് ആ സെൻസിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുക. വർക്കായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു സെൻസി കൂടി അങ്ങോട്ട് എടുക്കുക. ഇതിപ്പോൾ ജനറൽ 1 ഒക്കെ കാണിക്കുന്നത്, ഇതെന്തായാലും വർക്കാകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതൊരിക്കൽ കൂടി കളഞ്ഞതിന് ശേഷം ഇത് കുറച്ച് കൂട്ടുന്നു, റെഡ് ഡോട്ട് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു സെൻസി വീണ്ടും ജനറേറ്റ് കൊടുത്തു. അപ്പോൾ ആ ഒരു സെൻസി അത്യാവശ്യം നോക്കുക. അതുപോലെ ഇന്നലെ ചാറ്റ് GPT വേഴ്സസ് AI കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ചാറ്റ് GPT അത്യാവശ്യം നല്ല രീതിക്ക് വർക്കാവുന്നുണ്ടെന്ന് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ അടിച്ച് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ അടിച്ച് നോക്കിക്കോളൂ. ഇന്നലത്തെ വീഡിയോ ഇതിപ്പോൾ ഒരു സെൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൻസിന് ഇപ്പോൾ നമ്മൾ ട്രൈ അടിച്ച് നോക്കാൻ പോകുന്നത്. ഇത്ര നേരമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങനെ ജസ്റ്റ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ റോഡ് ടു 10K. അതുപോലെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക. ഒരു വീഡിയോ ലൈക്ക് ചെയ്യും, നമ്മൾ 500 ലൈക്ക് വയ്ക്കുന്നു. മാക്സിമം ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ അത്യാവശ്യം ഇതൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രിക്ക് ബട്ടൺ പറഞ്ഞൊരു സാധനം കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ റെഡ് ഫയർ ബട്ടൺ, മാക്രോ ബട്ടൺ എന്ന് പറയുന്ന ഒരു സാമാനമാണ് ആ സാമാനം. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് വെക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിം ആഡ് ചെയ്യണം. നിങ്ങൾ ഫ്രീ ഫയർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ഫയർ മാക്സ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഫ്രീ ഫയർ ആണോ നോർമൽ ഫ്രീ ഫയർ മാക്സ് ആണോ അറിയത്തില്ല. അത് ജസ്റ്റ് എടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്തതിന് ശേഷം മേലെ ടിക്ക് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാം. അവിടെ ടൈമർ ഒന്ന് എഴുതി കാണിക്കും. ഒരു 7 സെക്കൻഡ് 5 സെക്കൻഡോളം നിങ്ങൾക്ക് ടൈമർ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റായി കയറാൻ വേണ്ടിയിട്ട്. പിന്നൊരു കാര്യം, നമ്മൾ PC എടുത്ത കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് അൺബോക്സിംഗ് അല്ലല്ലോ, റിവ്യൂ ടോട്ടൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറിയിക്കുക. എന്നാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്നാലും പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ആവശ്യം. എന്തായാലും നമ്മളെയൊക്കെ സ്ക്രീനകത്തൂടെ കാണുന്നുണ്ട്. അതൊക്കെ ഫേസ് റിവ്യൂലൊക്കെ ആയിട്ടുണ്ട്. ഇനി കാണാത്തവരുടെയും കണ്ടോളൂ. വെബ് ക്യാമൊക്കെ നമുക്ക് മേടിക്കണമെന്നുണ്ട്. ആരെങ്കിലും സ്പോൺസർ ചെയ്ത് തന്നാൽ നമുക്ക് വെബ് ക്യാമൊക്കെ ഇട്ടിട്ട് ലൈവൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ അക്കൗണ്ടാണ്. പറയാൻ പറഞ്ഞു, നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ലൈവിനകത്ത് കാണിക്കുന്ന അക്കൗണ്ട് 1x ധീരജ് എന്ന പേരുള്ള അക്കൗണ്ട് നമ്മൾ സോൾഡ് ഔട്ട് ആക്കി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അക്കൗണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിതിപ്പോൾ കൂട്ടുകാരൻ്റെ അക്കൗണ്ടിനകത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാണിച്ച സെൻസി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ റെഡ് ഔട്ട് കാര്യങ്ങളൊക്കെ ഒരേപോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഒരു വീഡിയോയിലത്തെ അതിൻ്റെ ഫേസ് കാര്യങ്ങളൊക്കെ ഒന്നാമത് കണ്ടിട്ടുണ്ട് ചെറുതായിട്ട്. ബ്ലറാണെങ്കിൽ ബ്ലർ ആ ഒരു രീതിക്ക്.
പിന്നെ നമ്മുടെ കസ്റ്റ് വെച്ചടി അതുപോലെ ഹാൻഡ് ക്യാം എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ഓക്കെ, എല്ലാം കൂടെ ഓൾ ഇൻ വൺ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഫുള്ളായിട്ടൊക്കെ വാച്ച് ചെയ്തോ. അതിന് വാച്ച് ചെയ്യാൻ മാത്രം ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വർക്കാവുന്നുണ്ടായില്ല നോക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇത് കാണാൻ പറ്റും, 3 മാക്രോ. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒന്നാമത്തെ മാക്രോ സെറ്റ് ചെയ്തൊന്നാണ്. പിന്നെ ലോക്ക് ചെയ്യാൻ, പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള മാക്രോ ആണ്. ഓക്കെ, ഇത് രണ്ടും കൂട്ടാൻ കുറയ്ക്കാൻ. പിന്നെ മറ്റേത് തൊട്ട് താഴത്തുള്ള കളർ മാറ്റാൻ. ഓക്കെ, തൊട്ട് മേലത്തെ കളർ മാറ്റാൻ. പിന്നെ ഏറ്റവും താഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി, അത് എത്ര വേണം. ഓക്കെ, അതിന് കാര്യങ്ങൾ. അതിൻ്റെ തൊട്ട് താഴത്ത് ഒരു തിക്ക് ബോർഡർ എന്നുണ്ട്, അത് നമ്മുടെ ഫയർ ബട്ടൻ്റെ ബോർഡറിനനുസരിച്ച് അത് സെറ്റാക്കി വെക്കുക. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങോട്ട് ഓണാക്കുക. അതിന് ശേഷം ലോക്കാക്കി ഇടുക. ഓക്കെ, ഇത്രേ ഇതിന് പണിയുള്ളൂ. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ കണ്ടോ. ഇപ്പോൾ MITB കൊണ്ട് നമ്മൾ ഫുൾ ഹെഡ് ഷോട്ട് അടിക്കുന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകാത്ത കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് ട്രൈ ഒക്കെ അടിച്ച് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു എനിമി വരുന്നുണ്ട്, ഒരടി അടിച്ചു. ഓക്കെ, ഡയറക്റ്റ് ഫയറിങ് ആണ്, അതുകൊണ്ട് ഒരു അടി പോലും കൊള്ളുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ അടി മൂന്നാമത്തെ അടി എല്ലാം മിസ്സായി, നമ്മൾ ചത്തുപോയിട്ടുണ്ട്. സന്തോഷം. അടുത്ത റൗണ്ട് നോക്കാം. കാണിച്ചു വിട്ടുന്ന പണിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നൈഫൊക്കെ എടുത്ത് കളിക്കും. നമുക്ക് നേരെ ബാക്ക് അടിക്കാം. 10-20 അടിയൊക്കെ അടിച്ച് ഒരു അടി പോലും കൊണ്ടിട്ടില്ല സുഹൃത്തുക്കളെ. എന്താണ് ഡബിൾ ഓടിയൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ഞാൻ ഗെയിമിനകത്ത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേ സംസാരിച്ചോടൊക്കെ നിൽക്കുന്നായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തായാലും സെൻസീവ് വർക്കാവുന്നില്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് കൂടി റീജനറേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ ഡ്രാഗ് മാക്സിമം ചെയ്യാൻ നോക്കുക. ഓക്കെ, ഡ്രാഗിനനുസരിച്ചായിരിക്കും ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ കയറുക. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, സീ യു ഓൾ. അവൻ എന്തായാലും ബാക്കൊക്കെ അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോകണം. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടൻറ്റ് ഹാൻഡ് ക്യാം വേണോ PC ഇതിൻ്റെ കാര്യങ്ങൾ വേണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.